ഹലോ, എല്ലാവർക്കും ശിങ്കന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ നല്ല നെയ്മീൻ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതേ മീനൊക്കെ ഇവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഇത്തിരി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകാണ് ഇടുന്നത്. വേറെ എരിവിനായിട്ടുള്ള മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാതിരിക്കട്ടെ. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഇതേപോലെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഇതേമാതിരി ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുത്താലും മതി. അങ്ങനെ മീനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും അതുപോലെ തന്നെ ഏലക്ക ഇതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, അതുപോലെ ഒരു 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവോള ഇതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ടു വരാനായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് വളരെ ഡീപ്പായിട്ടൊന്നും വഴണ്ടു വരേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് 2-ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചെരുകിയതിൽ നിന്നാണ് നമ്മൾ 1-ാം പാലും 2-ാം പാലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു തക്കാളി ഇതേപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞത് ഇതുമ്മ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഇത് ഒന്ന് ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ഇത്തിരി കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊരു 1/4 കപ്പ് 1-ാം പാലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ 1-ാം പാല് നല്ല രീതിയിലൊന്നും തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് ഓഫ് ആക്കുക. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ ഫിഷ് മോളി എന്ന് പറയുന്നത്. അപ്പൊ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിന്റെ ഒക്കെ കൂടെ അപ്പത്തിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.